ഇന്ന് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. തഴുതാമ അല്ലെങ്കിൽ പുനർനവ എന്നാണ് ഈ ചെടിയുടെ പേര്. അപ്പോൾ നമ്മൾ എഗ് റോള് അതേപോലെ തന്നെ ചിക്കൻ റോൾ എന്നൊക്കെ പറയുന്ന പോലെ ഇന്ന് തഴുതാമ റോളാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങളാണ് തഴുതാമ, തേങ്ങ ചിരവിയത്, വേപ്പില, സവോള, പച്ചമുളക്, 3 കോഴിമുട്ട. ഇനി തഴുതാമ നന്നായിട്ട് ചെറുതായിട്ട് കുനുകുനാന്നരിയുക. അത് കഴിഞ്ഞ് നമ്മൾ സാധാരണ തോരനൊക്കെ വെക്കുന്ന പോലെ മുട്ട ചിരകിയിട്ട് തോരൻ വെക്കുന്ന പോലെ വെക്കുക. അത്രയ്ക്കേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളാണ്. പാൻ ചൂടായി കഴിയുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് സവോള, പച്ചമുളക്, വേപ്പില അതൊക്കെ ഇട്ട് നമ്മൾ നന്നായി വഴറ്റുക. കുറച്ച് ഉപ്പിടുക. അതിനുശേഷം തേങ്ങ ചിരവിയതും മുട്ടയൊക്കെ ഇട്ട് മൂടി വെച്ച് വേവിക്കുക. അത് കഴിഞ്ഞ് കുറച്ച് നേരം കഴിയുമ്പോൾ തഴുതാമയും ഇട്ട് മൂടി വെച്ച് വേവിക്കുക. അത്രയ്ക്കേ ഉള്ളൂ കേട്ടോ. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനായിട്ട്. ഇത്രയും ഞാൻ വേഗം വേഗം പറഞ്ഞത് എനിക്ക് തഴുതാമയുടെ ഗുണങ്ങൾ കുറച്ചധികം ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനാണ് കേട്ടോ. വളരെയധികം ഔഷധ ഗുണങ്ങൾ നിറഞ്ഞൊരു ഇലച്ചെടിയാണ് കേട്ടോ തഴുതാമ അല്ലെങ്കിൽ പുനർനവ എന്ന് പറയുന്നത്. പുനർജന്മം നൽകുന്ന ഒരു സസ്യം എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. അത്രമാത്രം ഗുണങ്ങളുണ്ട് ഇതിന്. ആഴ്ചയിൽ 3 ദിവസമെങ്കിലും നമ്മുടെ ഭക്ഷണക്രമത്തിൽ ഇലക്കറികൾ ഉൾപ്പെടുത്തണം എന്നാണ് അറിവുള്ളവർ പറയുന്നത്. അങ്ങനെ ഉൾപ്പെടുത്താൻ പറ്റിയ ഏറ്റവും നല്ലൊരു ഇലയാണ് തഴുതാമ. നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാൻ, ശരീരത്തിലെ ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ, മൂത്രതടസ്സം മാറ്റാനൊക്കെ ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് കൂടുതലായിട്ട് ശരീരത്തിലുണ്ടാകുന്ന ഇൻഫെക്ഷൻസ്, നീർക്കെട്ട്, വേദന ഇതൊക്കെ കുറയ്ക്കാനായിട്ട് ഈ തഴുതാമ വളരെ നല്ലൊരു ഔഷധമാണ് കേട്ടോ. പിന്നെ ഗർഭിണികളായിരിക്കുന്ന സമയത്തും ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. നമ്മുടെ ഗർഭകാലത്ത് ഉണ്ടാകുന്ന വിളർച്ച, പോഷകക്കുറവ് അതൊക്കെ തടയാനായിട്ട് തഴുതായ്മ തോരൻ വെച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. ഞാനൊക്കെ കുറേ കഴിച്ചിട്ടുണ്ട്. എനിക്ക് അമ്മ ഡെയിലി എന്ന് പറഞ്ഞ പോലെ വെച്ച് തരാറുണ്ട്. തഴുതായ്മ, ചീര അതേപോലെ തന്നെ മുരിങ്ങയുടെ ഇലയൊക്കെ തോരൻ വെച്ചിട്ട് കഴിക്കാറുണ്ട്. നല്ലതാണ് കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ ഇത് ട്രൈ ചെയ്യണം. വളരെ നല്ലൊരു ഔഷധ ഗുണമാണിത്. കഴിക്കാനും വളരെ ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഉള്ളിൽ റോളായിട്ട് നമുക്ക് കഴിക്കാൻ നല്ലതാണ് കേട്ടോ. അല്ലെങ്കിൽ തോരൻ പോലെ നമുക്ക് ചോറിൻ്റെ കൂടെയും കഴിക്കാൻ നല്ലതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചപ്പാത്തിയുടെ കൂടെയാണ് കേട്ടോ. ചപ്പാത്തിയുടെ ഉള്ളിൽ ഇത് തോരൻ വെച്ച് റോളാക്കിയിട്ടാണ് കഴിക്കുന്നത്. വളരെ പോഷക ഗുണങ്ങളുണ്ട്. അതേപോലെ തന്നെ വളരെ ഫില്ലിംഗ് ആണ്. നമുക്ക് കുറേ നേരത്തേക്ക് വിശപ്പൊന്നുമില്ല. നല്ലൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ.